സെലൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ. സാർ, ബംഗ്ലാദേശിന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. അവര് ഒരാവേശത്തിന് ഇന്ത്യക്കെതിരെ വലിയ മുദ്രാവാക്യം മുഴക്കും, വലിയ അവകാശവാദം ഉന്നയിക്കും, വലിയ ഭീഷണികൾ മുഴക്കും. പക്ഷെ ഒരു ആപത്ത് വരുമ്പോൾ ഇന്ത്യക്ക് നേരെ വീണ്ടും കൈകൂപ്പി യാചിക്കുന്ന അവസ്ഥയുണ്ട്. മുമ്പ് അരി വേണം എന്ന് പറഞ്ഞുകൊണ്ടൊരു അപേക്ഷ ഇന്ത്യക്ക് നേരെ വന്നിരുന്നു. ഇപ്പൊ കറണ്ട് വേണമെന്നാണ് പറയുന്നത്. ഒരുമാതിരി കിലുക്കത്തിലെ കിട്ടുണ്ണിയുടെ കഥാപാത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്താണ് സാർ ഇനി പറയാനുള്ളത്? ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സഹായമില്ലാതെ ശ്വാസം വിടാൻ പോലും പറ്റാത്ത ഒരു രാജ്യമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ മതഭ്രാന്ത് മനസ്സിലും തലയിലും കയറിയിട്ട് യാഥാർത്ഥ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകും. പാകിസ്ഥാനും ചൈനയുമാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ പോകും. ഇത് പിന്നെ യാഥാർത്ഥ്യം വരുമ്പോഴേക്കും അവർക്ക് മനസ്സിലാകും പാകിസ്ഥാനും ചൈനയ്ക്കും ഒന്നും അവരെ സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ ഓടി ഡൽഹിയിലോട്ട് വരും. ഏറ്റവും ഒടുവിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കടുത്ത വൈദ്യുതി ക്ഷാമം നേരിടുകയാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന് ആവശ്യം ഒരു ദിവസം ഏതാണ്ട് 18,000 മെഗാവാട്ട് വൈദ്യുതിയാണ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിന് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളത്. പക്ഷെ ആകെ ഉൽപ്പാദിപ്പിക്കുന്നത് 13,000 മെഗാവാട്ടാണ്. അപ്പൊ ബാക്കി 5,000 മെഗാവാട്ട് അവർക്ക് പുറത്തുനിന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പൊ തന്നെ ഇന്ത്യയിൽ നിന്നും ഏതാണ്ട് 2,600 മെഗാവാട്ട് അവര് പ്രതിദിനം വാങ്ങിക്കുന്നു. അദാനി കമ്പനിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതി സപ്ലൈ ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാൻ എളുപ്പമുണ്ട്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും വൈദ്യുത ലൈനുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രിഡ് തന്നെ ഉണ്ട് അവിടെ. അപ്പൊ അത് കാരണം അവർക്ക് ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിൽ നിന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യത്തിനുള്ള വൈദ്യുതി ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാം. അല്പ വില കൂടിയാൽ പോലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ബംഗ്ലാദേശിന്റെ വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ വാണിജ്യ മേഖലയും ഇതൊന്നുമല്ല, ഗാർഹിക ഉപഭോക്താക്കൾക്കും അത് കൃത്യമായിട്ട് അത് ഉപയോഗിക്കാം. ഷെയ്ഖ് ഹസീന ഇരുന്നപ്പോ വളരെ കൃത്യമായിട്ടും വളരെ കാര്യക്ഷമമായിട്ടും ഈ സംവിധാനം പ്രവർത്തിച്ചിരുന്നു. ഇതൊക്കെ അട്ടിമറിച്ചത് മുഹമ്മദ് യൂനസ് എന്ന വ്യക്തിയാണ്. സത്യത്തിൽ ഇപ്പോഴത്തെ സർക്കാർ കുറച്ചുകൂടി റീസണബിൾ ആണ്. ഇപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരിക്കുന്ന താരിഖ്, അദ്ദേഹം കുറച്ചുകൂടി റീസണബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ആ നല്ല ബന്ധം അത് പൂർണ്ണമായിട്ടും തകർന്നു പോയത് കഴിഞ്ഞ ബംഗ്ലാദേശ് അഡ്വൈസർ ഭരണം നടന്നപ്പോൾ ഉള്ള മുഹമ്മദ് യൂനസിന്റെ കാലത്താണ്. ഇത് ഒരു വല്ലാത്ത പ്രതിസന്ധി അവർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതീവ ദയനീയമാണ്. താരിഖ് റഹ്മാൻ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ അദ്ദേഹത്തിന്റെ പ്രത്യേക ദൂതനെയൊക്കെ ഡൽഹിയിലോട്ടൊക്കെ വിട്ടിട്ടുണ്ട്. ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തി കഴിഞ്ഞു. ഇന്ത്യ തൽക്കാലത്തേക്ക് ചില കാര്യങ്ങളിലൊക്കെ അവരെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പിന്നെ ഇന്ധനക്ഷാമമുണ്ട്. ഇന്ധനം എന്ന് പറഞ്ഞാൽ LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും അതുപോലെ ഡീസലിന്റെ രണ്ടിന്റെയും ക്ഷാമമുണ്ട്. ഇനി വൈദ്യുതിയുടെ ആ പ്രതിസന്ധിയിലേക്ക് ഞാൻ മടങ്ങി വരാം. എന്നിട്ട് നമുക്ക് മറ്റു രണ്ട് കാര്യങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്താം. വൈദ്യുതി ബംഗ്ലാദേശിൽ ഇപ്പോ ധാക്ക ഒഴിച്ചുള്ള എല്ലാ പ്രദേശങ്ങളിലും ദിവസവും 8 തൊട്ട് 10 മണിക്കൂർ വരെ കറണ്ട് കട്ടാണ്. ധാക്കയിൽ തന്നെ ആണെങ്കിലും ഓഫീസുകളും മറ്റു സ്ഥാപനങ്ങളും വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ 10 മണിക്ക് തുടങ്ങാൻ അനുവാദമില്ല. 11 മണിക്ക് മാത്രമേ അവർക്ക് തുടങ്ങാൻ അനുവാദം. 11 മണി തൊട്ട് 5 മണി വരെ പ്രവർത്തിക്കാം. കടകളാണെങ്കിൽ 11 മണി തൊട്ട് 8 മണി വരെ പ്രവർത്തിക്കാം. ഇതിന് ഞാനീ പറഞ്ഞ തലസ്ഥാന നഗരിയുടെ അവസ്ഥയാണ്. ഹോട്ടലുകൾക്ക് മാത്രമാണ് 8 മണി കഴിഞ്ഞും വൈദ്യുതി സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഫാർമസി, ഹോസ്പിറ്റൽ, ഈ 3 കേന്ദ്രങ്ങൾക്ക്. ബാക്കി ഒരിടത്തും വൈദ്യുതി അങ്ങനെ കിട്ടില്ല രാത്രിയിൽ. അപ്പോ അത്രയും കടുത്ത നിയന്ത്രണങ്ങളാണ്. ബംഗ്ലാദേശിന്റെ നട്ടെല്ല് എന്നത്, വ്യവസായ മേഖലയുടെ നട്ടെല്ല് ഗാർമെന്റ് ഇൻഡസ്ട്രിയാണ്. ആ ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ പലയിടത്തും ഫാക്ടറികൾ അടച്ചിടാൻ തുടങ്ങിയിരിക്കും. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഒരു മത്സ്യ കയറ്റുമതി രംഗത്ത്, പ്രത്യേകിച്ചും ചെമ്മീൻ കയറ്റുമതി രംഗത്ത് ഇവർക്ക് വലിയ മുന്നേറ്റമുണ്ട്. പക്ഷെ ഈ ചെമ്മീൻ ഫാമുകളിലൊക്കെ തന്നെ രാത്രി മുഴുവൻ ലൈറ്റ് പ്രകാശിക്കണം, ബൾബുകൾ എപ്പോഴും പ്രകാശിക്കണം, അങ്ങനത്തെ സ്ഥിതിയുണ്ട്. അതുപോലെ അവിടെ ഈ ആർട്ടിഫിഷ്യൽ ഈ കുളങ്ങളിലൊക്കെ തന്നെ ഓക്സിജൻ അതിലേക്ക് സപ്ലൈ ചെയ്യണം. അങ്ങനെ സപ്ലൈ ചെയ്യണമെങ്കിൽ കറണ്ട് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അത്തരം മെഷീനുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അത് കാരണം
ഈ ഷ്രിമ്പ് ഫാമിംഗ്, അതായത് ചെമ്മീൻ വളർത്തൽ കേന്ദ്രങ്ങളിലും വലിയ പ്രതിസന്ധി. ഇത് രണ്ടുമാണ് രാജ്യത്തിന്റെ പ്രധാന കയറ്റുമതികൾ. അപ്പൊ അത് രണ്ട് മേഖലയും അതീവ ഗുരുതരമായ പ്രതിസന്ധിയാണ്. ആൾക്കാരൊക്കെ പോയിട്ട് വീണ്ടും അവിടെ കലാപങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ കാരണമൊന്നും ആൾക്കാർക്ക് അറിയണ്ട. അവര് പോയിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസൊക്കെ തല്ലി തകർക്കും. അവിടുത്തെ ഇലക്ട്രിസിറ്റി ജീവനക്കാർക്ക്, സർക്കാരിന്റെ ഇലക്ട്രിക് സപ്ലൈ സിസ്റ്റത്തിന്റെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയാണെന്നാണ് പറയുന്നത്. കാരണം ഏത് നിമിഷവും അവർ ആക്രമിക്കപ്പെടാം. അങ്ങനത്തെ ഒരു വല്ലാത്ത, അവിടെയാണെങ്കിൽ ഈ സമയത്ത് നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. ഈ മൺസൂൺ ഈ സമയത്തല്ല, ബംഗ്ലാദേശിൽ മഴ പെയ്യാൻ തുടങ്ങുന്നത് അടുത്ത മാസം തൊട്ടാണ്. അവിടെ ഈ നമ്മുടെ ഇവിടുത്തെ പിന്നെ കാലവർഷമല്ല അവിടെ കൂടുതൽ, ഈ തുലാവർഷം വരുന്ന സമയത്താണ് അവർക്ക് കൂടുതൽ. റിട്രീറ്റിംഗ് മൺസൂൺ ആണ് ബംഗ്ലാദേശ് ഭാഗത്തൊക്കെ കൂടുതൽ കിട്ടുന്നത്. അപ്പൊ അത് കാരണം അവർക്ക് വലിയ ബുദ്ധിമുട്ടിലെത്തിയിരിക്കുകയാണ്. ഇത് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇന്ത്യയുടെ സഹായം ഇല്ലെങ്കിൽ ബംഗ്ലാദേശിന് നിലനിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ഒരു ഉദാഹരണമാണിത്. അതായത് ഈ ഒരു സമയത്ത് അവരാദ്യം മുഹമ്മദ് യൂനുസ് അഡ്വൈസറായിട്ട് ചുമതലയേറ്റപ്പോൾ ആദ്യം ചെയ്തത് അദാനി കമ്പനിക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കണ്ട എന്നുള്ള ഒരു അപ്രഖ്യാപിത തീരുമാനം വന്നു. അതിനെ തുടർന്ന് അദാനി വൈദ്യുതി സപ്ലൈ നിർത്തിവെച്ചു. അവർക്ക് കുറെ കോടികൾ കിട്ടാനുണ്ട്, പക്ഷെ അത് തൽക്കാലം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലെത്തി. അതോടുകൂടി വലിയ ബുദ്ധിമുട്ടായി. പിന്നീട് അദാനിയുമായിട്ട് അദാനി പവറുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടു. ആ കൊടുക്കാനുള്ള തുകയുടെ 30% അടച്ചുകൊണ്ട് വൈദ്യുതി സപ്ലൈ പുനരാരംഭിക്കാമെന്ന് പറഞ്ഞു. ബാക്കി ഗഡുക്കളായിട്ട് തരാമെന്ന് പറഞ്ഞു. അത് അദാനി പവർ അംഗീകരിക്കുകയും പിന്നീട് ഇവർക്ക് വൈദ്യുതി കൊടുത്തു തുടങ്ങുകയും ചെയ്തു. അപ്പോ ഇപ്പം അവർക്കുള്ള കുടിശ്ശികയൊക്കെ ഈ പുതിയ താരിഖ് ന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഒരു കുടിശ്ശിക പൂർണ്ണമായിട്ട് തീർത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇന്ത്യയിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നത് ഒഴിവാക്കണം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു അവരുടെ ഇപ്പോഴത്തെ BNP സർക്കാരിന്റെ. ഇത് നടക്കുന്ന കാര്യമല്ല എന്നിപ്പോ അവർ തിരിച്ചറിയും. കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിനനുസരിച്ച് ഉൽപാദനമില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ആവശ്യം ഉണ്ടാകുകയുള്ളൂ. അത് ഒരു ഭാഗത്ത്. ഇനി ഇന്ധനത്തിന്റെ ക്ഷാമമാണ് വേറൊരു ഭാഗത്ത്. ഈ അമേരിക്കൻ കമ്പനികളാണ് അവിടെ ഇന്ധനം സപ്ലൈ ചെയ്യുന്നത്, പ്രത്യേകിച്ച് LNG. ആ LNG സപ്ലൈ ചെയ്യുന്ന അമേരിക്കൻ കമ്പനിയുടെ ചിറ്റഗോങ്ങിലുള്ള വലിയൊരു സംഭരണശാലയ്ക്ക് തീ പിടിച്ചു. അങ്ങനെ തീ പിടിച്ച കാരണം അവർക്ക് LNG സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അത് പൊട്ടിത്തെറിച്ച് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. എക്സിലറേറ്റ് എനർജി എന്ന അമേരിക്കൻ കമ്പനിയാണ് ബംഗ്ലാദേശിന് മുഖ്യമായിട്ടും LNG സപ്ലൈ ചെയ്യുന്നത്. അവരുടെ LNG ടെർമിനലാണ്. അത് അട്ടിമറിയാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ശരി, അത് തകർക്കപ്പെട്ടതോടുകൂടി ഇനി അത് ഒന്നൊന്നര കൊല്ലം എടുക്കും അത് പൂർണ്ണമായിട്ട് പണിഞ്ഞു തീരാൻ. അത്ര ഭീകരമായ സ്ഫോടനമാണ് അവിടെ നടന്നത്. അവിടെ ആ ഒരു പ്രതിസന്ധി അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇന്ത്യയിൽ നിന്നും ഡീസൽ വാങ്ങില്ല എന്നുള്ള ഒരു തീരുമാനത്തില് യഥാർത്ഥത്തിൽ ഇന്ത്യ അവർക്ക് ഡീസൽ കൊടുക്കാൻ തയ്യാറായിരുന്നു. ഇന്ത്യയിൽ നിന്നും ഡീസൽ പോകുന്ന പൈപ്പ് ലൈൻ വരെ ഉണ്ട് അങ്ങോട്ട്. കാരണം അവർക്ക് ഈ ഷെയ്ഖ് ഹസീന ഇരുന്ന കാലഘട്ടത്തിൽ ബംഗ്ലാദേശിന്റെ ഊർജക്ഷാമത്തിന് അവർ കൃത്യമായ നടപടികൾ എടുത്തിരുന്നു. ശരിക്കും നമ്മള് അന്തം വിട്ടു പോകുന്ന ഒരു സംഭവം, ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന ജനാധിപത്യം കുറവായിരുന്നിരിക്കാം അവര് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിലൊന്നും ജനാധിപത്യ പരമായിട്ടൊന്നും അല്ലായിരുന്നു. പക്ഷേ അവരിരുന്ന കാലത്ത് ബംഗ്ലാദേശ് വാർഷിക വളർച്ച ഇന്ത്യയുടേതിന് സമാനമായിട്ട് സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് 6.5% വളർച്ച വരെ ബംഗ്ലാദേശ് എത്തിയിരുന്നു. ഇന്ത്യയുടെ തൊട്ടു താഴെ ഉള്ള വളർച്ചാ നിരക്ക് അവർ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ അതൊക്കെ പോയിട്ട് ഇപ്പം 3% പോലും ഇല്ല. 2% കഷ്ടിച്ച് 2-2.25% സാമ്പത്തിക വളർച്ചാ നിരക്കൊക്കെയാണ്. അത് തന്നെ ബംഗ്ലാദേശികൾ വിദേശത്ത് പോയി ജോലി ചെയ്ത് അവർ അയക്കുന്ന റെമിറ്റൻസ് ആണ് ഇപ്പം മുഖ്യമായിട്ടും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബംഗ്ലാദേശിലെ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള കൽക്കരി നിക്ഷേപമുണ്ട്. പക്ഷെ ഈ ബംഗ്ലാദേശ് നേരിടുന്ന ഒരു പ്രശ്നം, ഇതൊരു വളരെ ചെറിയ രാജ്യമാണ്. അവർ കണ്ടെത്തിയിരിക്കുന്ന കൽക്കരി നിക്ഷേപം പലതും ജനവാസ കേന്ദ്രങ്ങളുടെ അടിയിലാണ്. അപ്പം ഈ ചെറിയ രാജ്യം ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല. ഒഴിപ്പിച്ച് എങ്ങനെ മാറ്റും? അപ്പൊ അത് കാരണം ഈ കയ്യിൽ ഇത് ഇരിപ്പുണ്ടെങ്കിലും
ഈ വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ മുഴുവൻ തെണ്ണു കിടക്കുന്ന പോലെ ഒരവസ്ഥയാണ്. അവിടെ കൽക്കരിയുണ്ട്, പക്ഷെ ജനസാന്ദ്രത ലോകത്തിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള രാഷ്ട്രമാണെന്ന് എനിക്ക് തോന്നുന്നു പല പ്രദേശങ്ങളും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ അവരെ ഒഴിപ്പിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഇത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുക നിവൃത്തിയുള്ളൂ. പിന്നെ ഈ ഒരാവേശത്തിന് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വില കുറച്ച് കൽക്കരി കൊടുക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അത് കഴിഞ്ഞിട്ട് അവർ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്താൽ നമ്മുടെ കൽക്കരിയുടെ ഒരു 75% കൊണ്ട് ഇപ്പൊ ഇവിടുന്ന് 1 രൂപ ആണ് കിലോയ്ക്കെങ്കിൽ ഇറക്കുമതി മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഏതാണ്ട് 1.5 1.25 രൂപയ്ക്കും ഇടയിലാവും. ഏതാണ്ട് 75% അധികം വിലയാവും. അപ്പൊ ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഒരു ധർമ്മസങ്കടമുണ്ട്. ഈ മതം തലയ്ക്ക് പിടിക്കുമ്പോൾ ഉള്ള ഒരു പ്രതിസന്ധിയാണ്. കാരണം ബംഗ്ലാദേശ് അന്ന് നമ്മൾ ഓർക്കും, ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബംഗ്ലാദേശ് ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് യൂനസ് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ചിക്കൻ നെക്കിൽ ബംഗ്ലാദേശ് ആക്രമിക്കും, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയൊക്കെ വേർപെടുത്തും. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് തന്നെ ചിറ്റഗോങ് വേർപെടുത്താൻ ഇന്ത്യക്ക് പറ്റും. അതൊന്നും ആലോചിക്കാതെ ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കിയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഊർജ സ്രോതസ്സുകളും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള പിന്നെ മറ്റ് ഇന്ധന സ്രോതസ്സുകളും ഒക്കെ തന്നെ വേണ്ടെന്നൊക്കെ അവകാശവാദമൊക്കെ ഉന്നയിച്ചിട്ട് ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, നമ്മുടെ ഇവിടെ സ്വകാര്യ കമ്പനികളാണ് ഇതെല്ലാം വിൽക്കുന്നത്. ഈ സ്വകാര്യ കമ്പനികൾ ബംഗ്ലാദേശ് എന്ന കസ്റ്റമർ ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പുതിയ കസ്റ്റമറെ എടുത്തു പോകും. അവർ ആ കസ്റ്റമറുമായിട്ട് കരാർ ഒപ്പിടും. അത് കഴിയുമ്പോൾ പഴയ ആള് വന്ന് അയ്യോ എനിക്കിവിടെ ഇതൊന്ന് തരണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യം. കാരണം പുതിയ കരാറുകളെ ഓണർ ചെയ്യേണ്ട, അതിനെ മാനിക്കേണ്ട ബാധ്യത ഇവിടുന്നുള്ള കച്ചവടക്കാർക്കുണ്ട്. സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശ് വീണ്ടും പ്രതിസന്ധിയിലേക്കാണ്. ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രത്യേകിച്ച് ഒരു പരിഹാരമുണ്ടെന്ന് തോന്നുന്നില്ല. ആണവ നിലയങ്ങൾ ചൈനയുടെ സഹായത്തോടു കൂടി ഡാം പണിയുന്നു, ചൈനയുടെ സഹായത്തോടു കൂടി പിന്നെ ഗംഗാ നദിയുടെ ബംഗ്ലാദേശിലൂടെ ഒഴുകുന്ന ഭാഗത്ത് ഡാം പണിയുന്നു, ഇന്ത്യയെ ഞങ്ങൾ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ ബംഗ്ലാദേശ് അവർക്ക് ദൈനംദിന ആവശ്യത്തിനുള്ള വൈദ്യുതി പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. എന്തായാലും ശരി, ഇതൊരു പെട്ടെന്നൊരു പ്രതിസന്ധിക്ക് അയവൊന്നും ഉണ്ടാകും തോന്നുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അവർക്ക് കുറെയൊക്കെ സഹായം ചെയ്യും. പക്ഷേ തൽക്കാലത്തേക്ക് ഇന്ത്യ വിചാരിച്ചാൽ പോലും, കാരണം ഇന്ത്യൻ കമ്പനികളൊക്കെ തന്നെ വൈദ്യുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറ്റു പല രാജ്യങ്ങളുമായിട്ട് ചോദിച്ചോളൂ. ഒരു കാര്യം കൂടി, അതാണ് ഒരു വസ്തുത. ചോദിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ അരി ചോദിച്ച് ബംഗ്ലാദേശ് വന്ന സമയത്ത് ഇന്ത്യ അനുഭവപൂർവമായ ഒരു തീരുമാനം എടുക്കാൻ കാരണം ആ സമയത്ത് നമ്മുടെ കയ്യിൽ സർപ്ലസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വൈദ്യുതി ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പൊ ഈ വടക്കേ ഇന്ത്യയിലെ സാഹചര്യം, അപ്പൊ എൽനിനോ സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ കടുത്ത വൈദ്യുതി ക്ഷാമം അവിടെ നേരിടുന്നു. ഇപ്പൊ കേരളത്തിൽ പോലും വൈദ്യുതി ക്ഷാമം ഉണ്ടാകാനുള്ള പ്രധാന കാരണം വടക്കേ ഇന്ത്യയിൽ അവിടുന്ന് കിട്ടാനില്ലാത്തതാണ്. നമ്മൾ കുറച്ചു കാലം മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിന്ന് തന്നെ ഇരിക്കെങ്കിൽ തന്നെയും നമുക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ അവശേഷിക്കുന്നു? പരിമിതികളുണ്ട്. പക്ഷെ ഇപ്പൊ ഉദാഹരണത്തിന് നാഷണൽ ഗ്രിഡില് ഈ പിന്നെ കൂടംകുളത്തു നിന്നുള്ള പ്ലാന്റുകള് അവശേഷിക്കുന്ന ഒരു പ്ലാന്റും കൂടി, അതായത് കൂടംകുളം 6000 മെഗാവാട്ട് വൈദ്യുതിയാണ് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്നത്. അതിലെ 2 പ്ലാന്റുകളാണ് ഈ വർഷം പ്രവർത്തനക്ഷമമാകേണ്ടത്. ഒരെണ്ണം പ്രവർത്തനക്ഷമമായി, രണ്ടാമത്തേത് 2000 മെഗാവാട്ടിന്റെയാണ്. ആ 2000 മെഗാവാട്ടിന്റെ ഈ വരുന്ന മാസങ്ങളിൽ പൂർണ്ണ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ, അതും കൂടംകുളത്ത് തന്നെയാണ്. ആ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ പ്രവർത്തനം തുടങ്ങും. അതുപോലെ തന്നെ ഈ മൺസൂൺ സീസൺ, റിട്രീറ്റിംഗ് മൺസൂൺ ആകുമ്പോഴേക്കും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുള്ള പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിലെ ഒക്കെ ഡാമുകൾ കംപ്ലീറ്റ്ലി നിറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധിക്ക് ഉൽപാദനം വരുന്ന ദിവസങ്ങളിൽ കൂടിക്കൂടും, അതിനകത്ത് സംശയമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ദക്ഷിണേന്ത്യയിൽ ഉൽപാദനം കുറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപാദനം കുറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ വൈദ്യുതി ഇവിടുന്ന് വാങ്ങിക്കാം, നാഷണൽ ഗ്രിഡിൽ നിന്ന് വാങ്ങിക്കാം. സ്വാഭാവികമായിട്ടും പരിമിതികൾ ഉണ്ടാകാം. ഇപ്പം പ്രേം പറഞ്ഞതുപോലെ കേരളം അല്ലെങ്കിൽ തമിഴ്നാട് എനിക്ക് തോന്നുന്നില്ല അധികം വൈദ്യുതിക്കായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. കേരളമാണ് മുഖ്യമായിട്ടും ഈ ഒരു വിഷയത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നത്. അപ്പോ ഈ ഒരു വിഷയത്തിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, അതുപോലെ ഇന്ത്യയിൽ ഡിമാൻഡിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും
വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ കേരളത്തിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ പെയ്യുകയാണെങ്കിൽ നമ്മുടെ തൽക്കാലത്തേക്കുള്ള വൈദ്യുതി ക്ഷാമം പരിഹരിക്കപ്പെടും. ഇനി അതല്ല, അത് മഴ ഇല്ലാതാവുകയാണ്, മഴയുടെ കാര്യത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ സർക്കാർ ഇപ്പം എന്നോട് ചോദിച്ചതുപോലെ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായാൽ പോലും ബംഗ്ലാദേശിന് അവരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നമ്മളെ കൊണ്ട് കഴിയാത്തൊരവസ്ഥ വരും. എന്തായാലും ശരി, ബംഗ്ലാദേശിന്റെ ഈ വൈദ്യുതി ക്ഷാമത്തിന്റെ വിഷയത്തിൽ അവർക്ക് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്തേണ്ട. ഇന്ത്യ അല്ലാതെ അവർക്ക് വൈദ്യുതി വാങ്ങിക്കാൻ അവരെ അതിർത്തി പങ്കിടുന്ന മ്യാൻമാറുമായിട്ട് മാത്രമേ ഉള്ളൂ. മ്യാൻമാറിന് അങ്ങനെ കൊടുക്കാൻ വൈദ്യുതി ഇല്ല. ബംഗ്ലാദേശിനെയും മ്യാൻമാറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വൈദ്യുതി ഗ്രിഡുമില്ല. അതൊക്കെ ഇനി എക്സസ് വൈദ്യുതി ഉണ്ടായാൽ തന്നെ ഗ്രിഡ് പണിയണമെങ്കിൽ തന്നെ ഒരു 2000-3000 കോടി രൂപ അതിലധികം വേണ്ടി വരും. അതൊന്നും അവർക്ക് ചെലവാക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ പ്രതിസന്ധി അത്ര വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വയം കൃതാനർത്ഥം, സ്വയം വിതച്ച നാശം ഉണ്ടാക്കിയെടുത്ത നാശമാണെന്ന് തന്നെയാണ് ഇതിന് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വരുന്ന ദിവസം നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം.